നമ്മളുടെ റോഡിൻ്റെ ഗിവ് അവേ ഈ വീഡിയോയിലാണ്. മറ്റേ വീഡിയോയിൽ നമ്മളൊരു ഫ്രോഗ് ഗിവ് അവേ വെക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ടിൽസ് വ്ലോഗ്സ്. അപ്പോൾ ടാക്ടിൽസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 12:30 കേട്ടാ. ഇവർക്കൊന്ന് കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ ഇങ്ങനെയൊക്കെയാണ്, എന്ത് ക്ലാസ്സില്ല. അപ്പോൾ ഇവർക്കൊന്ന് കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നട്ടുച്ചയ്ക്ക് ഇവിടെ വരെ വരേണ്ടി വന്നു. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവരെ കൊണ്ടുപോകാനുണ്ടായിരുന്നില്ല. ഈ ആഴ്ച എനിക്ക് ഫുഡ് പോയിസൺ അടിച്ച്. അപ്പോൾ കുറേ ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് പോകാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇന്ന് പോകണം. അപ്പോൾ ഇന്ന് ഇവരെ കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് നാളെയൊക്കെ പല പരിപാടികളും മുടങ്ങും. രണ്ടുപേര് നല്ല എറിഞ്ഞിട്ടിരിക്കുകയാണ്. അതിൽ റയാനൊരു മീൻ അടിച്ചിട്ട് അടുത്തവരെ വന്നിട്ട് പോയി. അടുത്ത് തന്നെ അടിച്ചത്, അടുത്തവരെ വന്നിട്ട് നല്ല മീനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് വന്നത് ഈ റോഡിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനും. സിറോക്കിൻ്റെ എൻഡ്യൂർ എന്ന് പറഞ്ഞാൽ ട്രാവൽ റോഡ്. ഈ റോഡാണ് നമ്മൾ ഗിവ് കൊടുക്കണം, സ്പിന്നിങ്ങിൻ്റെ റോഡ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എൻഡ്യൂർ ജപ്പാൻ നാനോ ടെക്നോളജി, ആ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തേക്കണം. ഇത് കാർബൺ പിന്നെ ഫൈബർ കോമ്പോസിറ്റ് റോഡാണ്. അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സിംഗിൾ ലെഗ് ഗൈഡുകളാണ്, ഒരു ലെഗുള്ള ഗൈഡിലാണിത് ഇതിൽ വന്നേക്കണം. പിന്നെ അത്യാവശ്യം ഇവ ഹാൻഡിൽ ഒറ്റ സിംഗിൾ പീസ് ഹാൻഡിലുണ്ട, ഇടയ്ക്ക് വേറെ ആ കട്ടിങ്ങുള്ള മോഡലല്ല. പിന്നെ ഇതിന് റീൽ സീറ്റ് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള റീൽ സീറ്റാണ്. ഇത് നമ്മൾ മെയിനായിട്ടും ഈ കൊറോണയുടെ ടൈമിന് പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സമ്മതിക്കില്ലായിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ റോഡ് എടുത്താണ് ബ്രാല് പിടിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ടൂൾസിൻ്റെ ബാഗിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു, കൊണ്ടുവരാനും പറ്റുമായിരുന്നു. നമുക്ക് അത്യാവശ്യം ബ്രാല് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെമ്പല്ലി, ഒരു 5-8 ചെമ്പല്ലി ഇതിൽ പിടിച്ചിട്ടുണ്ട്. അറിയില്ല എനിക്കിതിൽ, ഞാനിത് സെറ്റ് ചെയ്യാൻ ടെക്നിയം എന്ന് പറഞ്ഞ റീലാണ്. 330 ഗ്രാം വെയിറ്റ്. എനിക്കധികം വെയിറ്റ് തോന്നാറില്ല, കാസ്റ്റ് ചെയ്യാൻ നല്ല എളുപ്പം. പിന്നെ ഈ റോഡിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഹൈ മൊഡ്യൂൾ കാർബൺ എക്സ് കൺസ്ട്രക്റ്റ്, അതാണ് ഇതിൻ്റെ മെത്തേഡിൽ യൂസ് ചെയ്തത്. പക്ഷേ ഇത് ഫുൾ കാർബൺ ഒന്നുമല്ല കേട്ടോ. കാർബൺ ഉള്ളതുകൊണ്ടാണ് ഇതിന് ഇത്രയും വെയിറ്റ് കുറവ്. ഈ റോഡിൽ കാർബൺ ഉണ്ട് ഇതിൽ, പക്ഷേ കോമ്പോസിറ്റ് മിക്സാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റോഡ് യൂസ് ചെയ്യാൻ പറയാം. ഒരു മിഡ് ഓപ്പൺ വാട്ടർ ആ റേഞ്ചിലുള്ള സ്ഥലത്തൊക്കെ മീൻ പിടിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ആസ്വദിച്ച് പിടിക്കുക, ഫീൽ ചെയ്ത് പിടിക്കുക. ബ്രാല് മാത്രമല്ല കേട്ടാ, ഇത് അത്യാവശ്യം ലൈറ്റ് പർപ്പസിൽ ചെമ്പല്ലിക്കൊക്കെ അത്യാവശ്യം പറ്റും. കാരണം എനിക്ക് ചെമ്പല്ലി ഇഷ്ടം പോലെ ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു 6-7 എണ്ണം അടിച്ചിട്ടുണ്ട്. അത് ഈ ഇങ്ങനെ ഒതുക്കി റോഡ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഈ പുഴ സൈഡിലൊക്കെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെമ്പല്ലി അടിക്കുന്നുണ്ട്. അതിൽ അടിക്കുമ്പോൾ നന്നായിട്ട് വളയും റോഡ് ഇട്ടാ. എനിക്ക് മാക്സിമം ഇതിൽ കിട്ടിയേക്കണത് 150 സൈസുള്ള ചെമ്പല്ലിയാണ്. ആ നല്ല ഫീലാണ് മീൻ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതവിടെ കുറച്ച് നേരം കിടന്നിട്ടേ വരുള്ളൂ, വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം കളിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ ഈ റോഡ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഈ റോഡ് ഗിവ് അവേ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ കഴിഞ്ഞ ഒരു ഷോപ്പ് വിസിറ്റിൻ്റെ വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഒരു കമൻ്റ് ഇടുക, #ടാക്ടിൽസ് വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഇടുക. അതിന് ശേഷം ആ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതിന് നമുക്കൊരു 15K വ്യൂ ആകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒന്നില്ലെങ്കിൽ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്ക് ഈ റോഡ് കൊടുക്കും. അതെന്താണെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫോളോ വെച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കൊണ്ട് കാണാം. ഓക്കെ, ബൈ. പുറകെ ഒന്നാണ്ട്